അഭിമന്യു കൊല്ലപ്പെട്ടത് മഹാരാജസിലായിപ്പോയി, അല്ലെങ്കിൽ വെച്ച് പൊറുപ്പിക്കില്ലായിരുന്നു എന്നാണ് മണിയാശാൻ വീണ്ടും വന്നിരിക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ വിടുന്നില്ല, ഇക്കാര്യം നമ്മുടെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ, കേസൊക്കെ ഉണ്ടല്ലോ എന്നാണ് മണിയാശാൻ പറയുന്നത്. ഇടയ്ക്കൊക്കെ മണിയാശാൻ ഇങ്ങനെ വല്ല കാലത്തും ആണ്ടും കൊല്ലത്തിലൊക്കെ വരും ഓരോന്ന് പറയും, എയറിൽ പോകും. പക്ഷെ ഇപ്രാവശ്യം സ്വയം സെൽഫ് റോൾ അടിക്കാൻ വേണ്ടി മാത്രമാണ് മണിയാശാൻ വന്നിരിക്കുന്നത്. കാരണം ഇത് നമ്മുടെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ, അതായത് ഇതൊരു കണക്കായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നാണ്. മഹാരാജസിലായതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ അവരെ വെച്ച് പൊറിപ്പിക്കില്ലായിരുന്നു എന്നാണ് മണി, അതായത് 1, 2, 3 ആശാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അഭിമന്യു എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് നോക്കാം. വർഗീയത തുലയട്ടെ എന്ന് മഹാരാജാസ് കോളേജിന്റെ ചുവരിൽ എഴുതി വെച്ചപ്പോൾ അത് കണ്ട് അസഹിഷ്ണുത തോന്നിയ SDPക്കാരും PFA പ്രവർത്തകരും CFA, അതായത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരും അടങ്ങുന്ന 16 അംഗ സംഘങ്ങളാണ് രാത്രി പാതിരയ്ക്ക് ക്യാമ്പസിൽ വന്ന് അഭിമന്യുവിനെയും മറ്റൊരു കൂട്ടുകാരനെയും കഠാര കൊണ്ട് കുത്തി വീഴ്ത്തിയത്. വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് എഴുതി വെച്ച ചെറുപ്പക്കാരന്റെ രക്തം കൊണ്ട് തന്നെ അവർ ആ വർഗീയത തുലയട്ടെ എന്ന് എഴുത്ത് മായ്ക്കുന്ന തുല്യമായിട്ടാണ് ആ ചെയ്തത്. എല്ലാം പോകട്ടെ, പക്ഷെ ഇപ്പോൾ കേസാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 16 അംഗ സംഘങ്ങളാണ്. പിന്നീടാണ് മാധ്യമപ്രവർത്തകരും പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴും മനസ്സിലായത് ഈ 16 അംഗ സംഘങ്ങൾ ആരും അവിടുത്തെ വിദ്യാർത്ഥികളല്ല എന്നുള്ളത്. അതായത് ഒരു ഗുണ്ടകളെ ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു SDPക്കാരും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ ആൾക്കാരും ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയിലെ ആൾക്കാരുമെല്ലാം. പണ്ട് നമുക്കറിയാം PFA എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന നിരോധിച്ചെങ്കിൽ പക്ഷെ അതിന്റെ അംശം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ള തെളിവ് തന്നെയായിരുന്നു 2018 ജൂലൈ 2 അഭിമന്യുവിന്റെ കൊലപാതകം. ഈ കൊലപാതകത്തിൽ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വട്ടവടയിൽ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു അഭിമന്യു. അഭിമന്യുവിന്റെ താഴെ ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. ആ അമ്മയുടെ നിലവിളി, അതായത് ഞാൻ പെറ്റ മകനെ എന്നൊരു നിലവിളി ഇന്നും കേരള ജനതയുടെ കാതുകളിൽ അലയടിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അഭിമന്യുവിന്റെ വീടും സാഹചര്യവും എല്ലാം കണ്ട് നമ്മളെല്ലാം ബക്കറ്റ് പിരിവ് തന്നെ കൊടുത്തതാണ്. കേരളത്തിലെ അമ്മമാരെല്ലാം അഭിമന്യുവിന്റെ അമ്മമാരായ ഒരു നിമിഷമായിരുന്നു ആ ഒരു ദിവസം, അല്ലെങ്കിൽ ആ ഒരു സമയം എന്നുള്ളത്. കാരണം സ്വന്തം കുടുംബത്തിലെ ഒരു കുട്ടി പോയ പോലെ ആയിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകം. കാരണം അത്രയ്ക്കും വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് എഴുതിയ ഒരു നിസ്സാരമായ ഒരു പാവപ്പെട്ട പയ്യനെ കൊന്നു കൊല വിളിച്ചിട്ട് കഴിഞ്ഞ വർഷം SDPI ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ ഒരു ഉളുപ്പവുമില്ലാതെ ആ ഇഫ്താർ വിരുന്നിൽ പോയി പങ്കെടുത്ത് ഉണ്ടുറങ്ങിയ വ്യക്തിയാണ് V ശിവൻകുട്ടി. അതായത് കഴിഞ്ഞ 2026 അതായത് ഭരണം മാറുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ഏതാനും മാസങ്ങൾക്ക് മുന്നേ V ശിവൻകുട്ടിയും കോൺഗ്രസിലെ ഹസനും എല്ലാവരും കൂടി ചേർന്ന് SDPയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇന്നത്തെ ഈ മണിയുടെ ഈ ഒരു പ്രസ്താവനയും അന്നത്തെ മണിയുടെ പ്രസ്താവനയും വളരെ വിചിത്രമായിരുന്നു. ഇഫ്താർ വിരുന്നല്ലേ, പങ്കെടുത്താൽ എന്താണ് കുഴപ്പം? സ്വന്തം പാർട്ടിയിലെ ഒരുത്തന്റെ ചോരയ്ക്ക് കാരണമായ ഒരു പാർട്ടിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ മാത്രം CPM പാർട്ടിയുടെ നേതാക്കളും അതുപോലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടി തടം താഴ്ന്നു പോയോ എന്നാണ് കേരളത്തിലെ ജനത ഒന്നടങ്കം ചോദിച്ചത്. കാരണം അത്രയും ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു നമ്മൾ കണ്ടത്. അഭിമന്യുവിന്റെ കഠാര കുത്തിക്കയറ്റി ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിമന്യുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോഴും കേസ് എങ്ങും എത്താത്ത രീതിയിലായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അന്ന് കേരളം ഭരിച്ചത് പിണറായി വിജയൻ സർക്കാരായിരുന്നു, CPM ആയിരുന്നു. അതിനുശേഷവും തുടർഭരണം നടത്തിയിരുന്നു. പക്ഷെ എന്നിട്ടും അഭിമന്യുവിന്റെ ഘാതകരെ കണ്ടെത്താൻ മാത്രം, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുത്താൻ മാത്രം കേരള സർക്കാരിന് സാധിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സാധിക്കാത്തതാണോ അതോ ഈ പ്രീണന ഭാവം കൊണ്ട് താഴ്ന്നു കൊടുത്തതാണോ എന്നാണ് കേരള ജനതയ്ക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം കേരള ജനത കണ്ടത് ഇലക്ഷന്റെ സമയത്ത് ഡീലുകളുടെ ഘോഷയാത്രയാണ്. BJPയും CPMഉം ഡീല്, CPMഉം കോൺഗ്രസും ഡീല്, അങ്ങനെ പല ഡീലുകളായിരുന്നു. പക്ഷെ മഞ്ചേശ്വരത്ത് നമ്മൾ വേറിട്ടൊരു കാഴ്ചയാണ് കണ്ടത്. ഈ PDP എന്ന് പറഞ്ഞൊരു മദനിയുടെ പാർട്ടി, കൊടും തീവ്രവാദിയായ മദനിയുടെ പാർട്ടി വർഗീയത തുലയാനായിട്ട് ആ ഒരു ടാഗ് ലൈനാണ് ഏറ്റവും വലുത്. വർഗീയത തുലയണം എന്ന് പറഞ്ഞിട്ട് PDP എന്ന് പറഞ്ഞ പാർട്ടി 140 മണ്ഡലങ്ങളുണ്ട് നിയമസഭയില്, 139 മണ്ഡലങ്ങൾ സപ്പോർട്ട് ചെയ്തത് CPMനെയാണ്. ഒരു മണ്ഡലം ഒഴിച്ച് ബാക്കിയെല്ലാം സപ്പോർട്ട് ചെയ്തത് CPMനാണ്. ആ ഒരു മണ്ഡലം മഞ്ചേശ്വരമാണ്. ആ ഒരു മണ്ഡലത്തിൽ വർഗീയതൊന്നും തുലയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം കോൺഗ്രസിനെയാണ് അവർ സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. ഈ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ ഈ PDP പാർട്ടിയും SDPI പാർട്ടിയെല്ലാം യഥാർത്ഥത്തിൽ വർഗീയതയെ നോക്കി ചിരിക്കുകയാണോ അതോ വർഗീയതയെ നോക്കി കളിയാക്കുകയാണോ എന്നാണ് അറിയാൻ പാടില്ലാത്തത്. എന്ത് തന്നെയാണെങ്കിലും മണിയുടെ ഇപ്പോഴത്തെ ഈ ഒരു
വാക്കുകൾ സ്വന്തം മലർന്നു കിടന്ന് തുപ്പുന്ന പോലെ തരത്തിലായി പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു കൊലപാതകം അവിടെ നടന്നത്. അതിനുശേഷം തന്റെ മകന് നീതി ലഭിക്കുകയില്ല എന്ന് ഉറപ്പായ ശേഷം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ അടുത്ത് പോലും ഈ അഭിമന്യുവിന്റെ അമ്മ ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ മകന് നീതി ലഭിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ സഖാക്കന്മാരും എന്താണ് അഭിമന്യുവിന് വേണ്ടി ചെയ്തു കൊടുത്തത്? അഭിമന്യു മരിച്ചു കഴിഞ്ഞപ്പോൾ കേവലം എന്താണ് ഒരു രക്തസാക്ഷിയായി. ആ രക്തസാക്ഷി ഫണ്ട് പോലും വളരെ വിവാദമായിട്ടുണ്ട്. കാരണം നമുക്കറിയാം ധനരാജൻ കേസും ഈ അഭിമന്യുവിന്റെ കേസും എല്ലാം ഈ രക്തസാക്ഷി ഫണ്ടിന് വലിയൊരു വിഭാഗം തട്ടിപ്പാണ് വി കുഞ്ഞികൃഷ്ണൻ പുറത്തെടുത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിയിലെ കള്ളന്മാരുടെ കാര്യങ്ങൾ പുറത്തേക്ക് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പാർട്ടിക്കുള്ളിൽ തന്നെ അവരെ കുലകുത്തികൾ എന്നുള്ള ടാഗ് കൊടുക്കുന്നതുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കി എന്നും പറയുന്നുണ്ട്. അദ്ദേഹം സെപ്പറേറ്റ് പുറത്തു പോയി സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും ചെയ്തു, വിജയിക്കുകയും ചെയ്തു. പയ്യന്നൂരിൽ തന്നെയാണ് മത്സരിച്ചത്. ഇതെല്ലാം പാർട്ടിക്ക് വളരെ ക്ഷീണമായ കാര്യം തന്നെയാണ്. ഇലക്ഷൻ സമയത്ത് ഇതെല്ലാം തിരിഞ്ഞു കൊത്തിയെന്ന് വേണമെങ്കിൽ പറയും. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ദേഷ്യം വന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമന്യുവിന്റെ കേസ് തന്നെയാണ്. അഭിമന്യുവിന്റെ ഘാതകരുടെ കൂടെ ഇഫ്താർ വിരുന്നുണ്ടാൻ പോകുന്നു, അവരുടെ പാർട്ടിയുടെ വോട്ട് വാങ്ങിക്കാൻ പോകുന്നു, PDP എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയുമായിട്ട് കൂട്ടുകൂടാൻ പോകുന്നു. ഇതെല്ലാമാണ് പാർട്ടിക്ക് തിരിച്ചടി കിട്ടാൻ കാരണം. MM മണിയെ പോലെയുള്ള ആളുകൾ പാർട്ടിക്ക് എന്നും ഒരു ശാപം തന്നെയാണ്. ഒരുപക്ഷെ MM മണിക്ക് അത് വലിയ ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷെ പാർട്ടിനെ സംബന്ധിച്ച് MM മണി എപ്പോഴൊക്കെ വാ തുറന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടിട്ടുണ്ടോ അന്നെല്ലാം MM മണി ഏറിൽ പോയിട്ടുള്ളൂ. ഇപ്പോഴും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാരണം MM മണി എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് 1, 2, 3 പരിപാടിക്ക് മാത്രമേ MM മണിയെ കൊള്ളുള്ളൂ. അല്ലാതെ വേറെ ഒരു വിഷയത്തിലും MM മണിയെ പിടിച്ചിരുത്താൻ സാധിക്കുകയില്ല. ഇപ്പോൾ തന്നെ അഭിമന്യുവിന്റെ കേസ് അക്കൗണ്ടിൽ ഇരിക്കട്ടെ, ഏത് അക്കൗണ്ടിലാണ്? ഇങ്ങനെ അക്കൗണ്ടിൽ ഇരിക്കാനാണെങ്കിൽ ആ അക്കൗണ്ടിന്റെ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ അന്ന് ഇഫ്താർ വിരുന്നിൽ പോയി പങ്കെടുത്തത്? പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു ചെറുക്കനെ കൊല്ലാക്കൊല ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ഒരു രക്തസാക്ഷിയെ കിട്ടിയ? അല്ലാതെ എന്താണ് ഈ നാടിനുണ്ടായ ഗുണം? വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞാൽ അതേ വർഗീയ ശക്തികളുമായിട്ട് തോളോട് തോൾ ചേർന്ന് കൈയിട്ട് നിൽക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം FCRAയുടെ ബില്ല് രണ്ടുപേരും കൂടി നിയമസഭയിൽ പാസ്സാക്കിയില്ലേ, പ്രമേയം പാസ്സാക്കിയില്ലേ? എന്തിനാണ് ഈ FCRAയുടെ ബില്ലിന്റെ പ്രമേയം നിങ്ങൾ ഒരുമിച്ച് പാസ്സാക്കുന്നത്? അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ രണ്ടുപേരും കൂടി ഒരുമിച്ച് അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ? പക്ഷെ എന്തുകൊണ്ടോ CPM മണത്തറിഞ്ഞത് കൊണ്ട് ദുരന്തം മണത്തറിനോട് ഒന്ന് മാറി നിന്നു എന്നൊക്കെ ഇപ്പോൾ പറയുന്നു. പറയാൻ പറ്റുകയില്ല എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വർഗീയ ശക്തികളെ കൂട്ടി ഈ CPM എപ്പോൾ മുതൽ പിടിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ CPMന്റെ സർവനാശം കണ്ടു തുടങ്ങിയത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക.